പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെ പ്രധാനമന്ത്രി റോഡ് ഷോ ഉണ്ടാകും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, വിശദാംശങ്ങൾ. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് അത്യന്തം ആവേശം നൽകുന്ന ഒരു നിമിഷമാണിത്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് റോഡ് ഷോ നടത്തും. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഏതാണ്ട് കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെയുള്ള ഒരു കിലോമീറ്റർ 200 മീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുക. സ്വാഭാവികമായും ഈ പറയുന്ന ബി.ജെ.പി. അവരുടെ പ്രതീക്ഷ വയ്ക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ അവർക്ക് കാര്യമായിട്ടുള്ള ചലനം അത് പ്രധാനമന്ത്രിയുടെ ഈ വരവോടുകൂടി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനം. മാത്രമല്ല ബി.ജെ.പി. കേരളത്തിലെ നിയമസഭാ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് അത് നേമമണ്ഡലമാണ്. നേമമണ്ഡലം അടക്കം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുക. കൂടാതെ കഴക്കൂട്ടം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അടക്കമുള്ള സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പോൾ ഈ നിരന്നിരിക്കുന്ന ഈ പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരിക്കുന്ന ആളുകൾ അത് കേവലം ഈ 4 മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമുള്ള ആളുകളല്ല. തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, അതേപോലെ തന്നെ മറ്റു ജില്ലകളിൽ നടക്കമുള്ള ആളുകൾ ഇവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ആവേശം അവർക്ക് പകരുന്നുണ്ട്, ബി.ജെ.പി. ക്യാമ്പിന് പകരുന്നുണ്ട്. നിയമം നമുക്കറിയാം, ഏതു വിധേനയും നിയമം പിടിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ 2016 അവർക്ക് നിയമസഭയിലേക്ക് ടിക്കറ്റ് നേടിക്കൊടുത്ത നിയമം പിടിച്ചെടുക്കാൻ അവർ വീണ്ടും കളത്തിലിറക്കിയിരിക്കുന്നവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ പലതരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് തേടുകയും ചെയ്യാം. അമ്മ എവിടുന്നാ വരുന്നത്? പാലോട്. ഇച്ചിരി ദൂരേനാ? മോദിയെ കാണാൻ വേണ്ടി വന്നോ? ഇത്തവണ ജയിക്കുമോ? പ്രധാനമന്ത്രിയെ കാണാൻ വന്നത്. ഇത്തവണ ജയിക്കും? ഉറപ്പ്? ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത തരത്തിലേക്കുള്ള ആവേശം ഇക്കുറിയുണ്ട്. കാരണം പലതരത്തിലുള്ള ഫാക്ടർ, അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നിയമത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഒക്കെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങളാണ്, മണ്ഡലങ്ങളാണ്. അവിടേക്ക് ഈ അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുമായി എത്തുമ്പോൾ അവർക്ക് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൂടും. അതേപോലെ തന്നെ വോട്ടർമാർക്കിടയിൽ അല്പസമയം മുൻപ് നമ്മൾ തിരുവല്ലയിൽ കേട്ടു, തിരുവല്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കൊക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ചർച്ചയായിട്ടുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് നമ്മൾ കേട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനെയും CPM-നെയും ഒരേ വടി കൊണ്ട് പ്രധാനമന്ത്രി ഇന്നത്തെ പൊതുവേദിയിൽ നമ്മൾ രാഷ്ട്രീയമായി പ്രഹരിക്കുന്നത് നമ്മൾ കണ്ടു. ആ രീതിയിൽ പ്രധാനമന്ത്രിയുടെ വരവിന് പ്രസക്തിയുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. മാത്രമല്ല ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് നേരത്തെ തൃശ്ശൂരിൽ വന്നപ്പോൾ 2 മണ്ഡലങ്ങൾ, ഇത് പാലക്കാടും തൃശ്ശൂരുമാണെങ്കിൽ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 6ഓളം മണ്ഡലങ്ങളിൽ ആ വരവ് കൊണ്ട് ചലനമുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അത് ബി.ജെ.പി. ക്യാമ്പിനെ സംബന്ധിച്ച്, NDA ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് കേവലം നേമം, വട്ടിയൂർക്കാവും, കഴക്കൂട്ടവും, തിരുവനന്തപുരം സെൻട്രലും അപ്പുറത്തേക്ക് കാട്ടാക്കടയും ആറ്റിങ്ങലും വർക്കലയും ഒക്കെ അവർക്കൊരു റിഫ്ലക്ഷൻ ഇതിന്റെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അത് ബി.ജെ.പിയെ സംബന്ധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം പുറപ്പെട്ടിട്ടുണ്ട്. കിള്ളിപ്പാലത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും. അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം അത് കരമന ജംഗ്ഷൻ വരെയാണ്, അവിടേക്ക് എത്തും. അതിനുശേഷം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തിരുവല്ലയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം അത് രാഷ്ട്രീയമായിരുന്നു. ഈ അദ്ദേഹം നേരത്തെ തൃശൂർ വന്നു പോയതിനു ശേഷം രാഹുൽ ഗാന്ധി അടക്കം ആവർത്തിച്ചൊരു വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നരേന്ദ്രമോദി മിണ്ടുന്നില്ല, അദ്ദേഹം CPM-ന് വേണ്ടി അക്കാര്യത്തിൽ സഹായം ചെയ്തു എന്നൊക്കെയുള്ളതാണെങ്കിൽ ഇന്നത്തെ തിരുവല്ലയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കോൺഗ്രസിനെയും CPM-നെയും അല്ലെങ്കിൽ UDF-നെയും അതേപോലെ LDF-നെയും ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ഒരേ രീതിയിൽ പ്രതിരോധിക്കുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടു. സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകതകൾ കൊടുക്കുമെന്നും അതിന് പ്രാധാന്യം കൊടുക്കുമെന്നും മോദി പറയുന്നത് കേട്ടു. അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ, കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അതൊക്കെ തെറ്റാണെന്ന് മോദി പറയുന്നത് കേട്ടു. അതടക്കം ബി.ജെ.പിക്ക് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി കൂടി തിരുവല്ലയിലെ പൊതുയോഗം മാറിയെങ്കിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസവും ഊർജവും പകരുന്നതായിരിക്കും. വിവരങ്ങൾ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.